200 രൂപ മുതൽ 1000, 1500, 2000 രൂപ വരെയൊക്കെ വില പോകുന്ന, എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതും വേണ്ടി വന്നാൽ ഒരു ചിലവുമില്ലാതെയും നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ബിസിനസ്സിനെ കുറിച്ചിട്ട്, അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, എന്നാൽ പുരുഷന്മാർക്കും അത് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കാന്താരി മുളകിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കാന്താരി മുളക് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയല് ഗുണങ്ങളുള്ള പല ആയുർവേദിക് മരുന്നുകളിലേക്കും അല്ലെങ്കിൽ പല നല്ല നല്ല ഭക്ഷണ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന, എല്ലാ രീതിയിലും നല്ല ഗുണമേന്മയുള്ള ഒരു മുളകാണ് കാന്താരി മുളക് എന്നുള്ളത്. എന്നാൽ ആ കാന്താരി മുളകിൻ്റെ കൃഷി അല്ലെങ്കിൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് നടക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിലും പുറത്താണെന്നുണ്ടെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നല്ല ഹൈ വിലയാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ നല്ല വില ലഭിക്കുമ്പോൾ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ട് കാന്താരി മുളകിൻ്റെ ഒക്കെ ഒരു പാക്കറ്റോ അല്ലെങ്കിൽ ഒരു 200 ഗ്രാമിൻ്റെ 250 ഗ്രാമിൻ്റെ ഒക്കെ പാക്കറ്റുകൾ നമ്മളവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അതിന് വിലയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നല്ല വിലക്കയറ്റം, നല്ല വിലയുള്ള, നല്ല മൂല്യം, മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള, ഒരുപാട് മെഡിസിൻസുകളിലൊക്കെ ഉപയോഗിക്കുന്ന, ആയുർവേദിക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് കാന്താരി മുളക് എന്നുള്ളത്. ഇത് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തുടങ്ങാം. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇപ്പം നിലവിൽ തന്നെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഭാഗങ്ങളിൽ, പറമ്പിൽ, നമ്മളെ കിച്ചൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് 1-2 തൈകളൊക്കെ കാണാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറിയുടെയും അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റ് ഇട്ടിട്ട് അവിടെ നിന്നൊക്കെ പൊട്ടിമുളച്ചിട്ടുള്ള തൈകളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷം കാണാൻ കഴിയും. അതിൽ കായ്ച്ചിട്ടുള്ള കായ്കളും കാണാൻ കഴിയും. പക്ഷേ ഇതിനൊരു ബിസിനസ് രീതിയിൽ നമ്മൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ടൊരു സമയം മാറ്റി വെക്കണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് പ്രത്യേകമായിട്ടൊരു മുതൽ മുടക്ക് വേണമെന്നോ, ഇതിനായിട്ട് പ്രത്യേകമായിട്ടൊരു വളം ഇടണമെന്നോ, അല്ലെങ്കിൽ ഇതിനെ പ്രത്യേകമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഏത് കാലാവസ്ഥയിലും, ചൂടിലും തണുപ്പത്തും, ഏത് മണ്ണിലും, ഏത് കാലാവസ്ഥയിലും എങ്ങനെ വളരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചെടിയാണ് കാന്താരി ചെടി എന്നുള്ളത്, കാന്താരി മുളക് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ, ഇതിനൊരു ബിസിനസ് ആക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലങ്ങളുണ്ട്, നല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം, അത് ചെയ്യാനുള്ള ഒരു സ്ഥലം നമുക്ക് അവൈലബിൾ ആയിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തൊരു ബിസിനസ് ലെവലിൽ ഇതിനെ കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റേതായിട്ടുള്ള അത് ബാഗുകളോ അല്ലെങ്കിൽ ചട്ടികളോ അല്ലെങ്കിൽ അത് മണ്ണിൽ തന്നെ നമുക്കിതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തൈകൾ, ചെറിയ തൈകൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. പക്ഷേ തൈകൾ വാങ്ങിക്കാതെ തന്നെ നമ്മൾക്ക് അറിയാം, നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ആ കാന്താരി മുളക് അല്ലെങ്കിൽ കുറച്ച് കാന്താരി മുളക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് പഴുപ്പിച്ചിട്ട് ഒരുപാട് അതിൻ്റെ വിത്ത് നമ്മൾക്ക് തന്നെ പാകിയിട്ട് ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് സെപ്പറേറ്റ് പോയിട്ട് കുറേ ചെടികളുടെ എണ്ണം, ഇപ്പോൾ ഒരു ചെടിക്ക് 6 രൂപ 8 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കണക്കുണ്ട്. പക്ഷെ ആ ഒരു എമൗണ്ട് കൊടുക്കാതെ തന്നെ നമ്മൾക്ക് മുളകിൽ നിന്ന് നമുക്ക് വാങ്ങി വെച്ചിട്ട് നമ്മൾ വീട്ടിലൊക്കെ വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് കിട്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൊടുക്കുന്ന അതിൻ്റെ വിത്തുകൾ നമുക്ക് അതിന് പഴുപ്പിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ വിത്ത് പാകിയിട്ട് നമുക്കതിൻ്റെ ചെടികൾ, എത്രയോ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, അതല്ല നമ്മൾക്കിതൊരു ഒരു പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, ഇപ്പോൾ നമ്മുടെ വീട് ഒരു 5 സെൻറ്റ് സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നിൽക്കുന്നതിൻ്റെ ഒരു ഏരിയയിൽ നമുക്ക് ബേസ് ചെയ്തിട്ട് ഒരു 10-100 ചെടി നടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ സമയം കളയുകയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അതിന് ഫണ്ട് ചിലവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ വളങ്ങൾ എന്നുള്ളത്.
അപ്പം അങ്ങനെ സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിട്ടാം നല്ലൊരു വരുമാനം ഉണ്ടാക്കുക. നല്ലൊരു വരുമാനം എന്ന് പറയുന്നത് നല്ലൊരു വരുമാനം വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കിത് ഈ വിത്ത് നമ്മളിപ്പോൾ പാകിക്കഴിഞ്ഞാൽ തന്നെ 6-7 ദിവസം കൊണ്ട് തന്നെ ഇത് മുള പൊട്ടും. ഓക്കെ, ഏകദേശം ഒരു ചെടി എന്ന് പറയുന്നത് ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 6-7-8 മാസം കൊണ്ട് ഏകദേശം 700 ഗ്രാം മുതൽ 1 കിലോ 1.5 കിലോ വരെ വിളവെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ 700 ഗ്രാം മുതൽ 1.5 കിലോ വരെ നമുക്ക് ഒരു ചെടി നമുക്കിതിൻ്റെ വിളവ് തരും എന്നാണ് പറയുന്നത്, ഒരു 6-7-8 മാസം കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10-100 ചെടിയൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കണക്കൂട്ടി കഴിഞ്ഞാൽ മനസ്സിലാവും 10-100 കിലോൻ്റെ മേലെ നമുക്ക് എങ്ങനെയായാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിളവെടുക്കാൻ കഴിയും. നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ മുതൽ അങ്ങോട്ട് റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 3 തരം കസ്റ്റമേഴ്സാണ്. നമുക്കറിയാം, ഒന്ന് റീറ്റെയിൽ കസ്റ്റമേഴ്സ്, ഒന്ന് ഹോൾസെയിൽ കസ്റ്റമേഴ്സ്, മറ്റൊന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് 3 തരത്തിലാണ് നമ്മൾക്ക് അത് നമ്മളെ സംബന്ധിച്ചിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള 100 കിലോന് വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവർക്ക് ഈ ബൾക്ക് 100 കിലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയാണ്. നമ്മളൊരു 100 കിലോ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് വിറ്റൊഴിക്കാൻ പറ്റും. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കുറവായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭം തന്നെയാണ്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ച് കുറവ് റേറ്റ് ആയിരിക്കും കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സാണ്. പക്ഷേ റീറ്റെയിൽ കസ്റ്റമർ ആകുമ്പോൾ ചിലപ്പോൾ 100 കിലോ ഒറ്റയടിക്ക് എടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ 100 കിലോനെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾക്കൊരു 10-20 റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ കാണേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ 10 റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് 1000 റുപ്യക്കോ 1500 റുപ്യക്കൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ 100 കിലോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ 100 കിലോ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിനാണ്, 100 കിലോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 100 കസ്റ്റമേഴ്സിനെ കാണേണ്ടി വരും. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വിറ്റ് പോകും. അപ്പോൾ വിൽക്കുന്നത് നമ്മളെ ഇതിനനുസരിച്ചാണ്. പക്ഷെ നമ്മൾക്ക് ഇത് നമ്മുടെ ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റുകൾ, ഹോൾസെയിൽ കടകൾ, പച്ചക്കറി കടകൾ, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഒന്നുമില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കാന്താരി മുളകിൻ്റെ ജസ്റ്റ് പാക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണ് തള്ളിപ്പോവും. അത്രയ്ക്കും വലിയ റേറ്റാണ് അതിനുള്ളത്. നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവർ വാങ്ങി വെക്കുന്നതാണ്. കാരണം നിങ്ങൾ അവരായിട്ടൊന്ന് കുറച്ച് 2-3 സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അവരിത് മേടിച്ച് വെക്കും കാന്താരി മുളക്. കാരണം അത്രയും ഡിമാൻഡുള്ള സംഭവമാണിത്. പിന്നെ അതേപോലെ ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പച്ചക്കറി കടകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്കിത് വിറ്റഴിക്കാൻ കഴിയും. പിന്നെ നമ്മൾക്ക് ഇതിന് പ്രധാനമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വളമാണ്. പക്ഷേ ഇതിനങ്ങനെ പ്രത്യേകിച്ച് നമ്മൾക്ക് കണ്ടുകൊടുത്തോളം ഇതിനങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കെയറിങ്ങോ ഭയങ്കരമായിട്ടുള്ള വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇതിന് അനുയോജ്യമായിട്ടുള്ള വളം നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ മീൻ കഴുകുന്ന വെള്ളം, അതേപോലെ തന്നെ ഇറച്ചി കഴുകുന്ന വെള്ളം, ഇങ്ങനത്തെയുള്ള വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ ഇതിന് നല്ല ഗുണം ചെയ്യുന്ന വളങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ചാണകം സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് വരുന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതിനൊരു വെള്ളീച്ചയുടെ പ്രശ്നം വരാറുണ്ട്. വെള്ളീച്ച അതേപോലെ തന്നെ മറ്റു പ്രാണികളൊക്കെ വന്നിട്ട് ഇല കൊത്തിയിട്ട് അതിനെ നശിപ്പിക്കുന്ന സംഭവം വരാറുണ്ട്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പുളിപ്പാവും. ആ കഞ്ഞിവെള്ളം നമ്മൾക്ക് ഒരു സ്പ്രേയുടെ രൂപത്തിലാക്കിയിട്ട്, കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് സ്പ്രേയുടെ രൂപത്തിലാക്കിയിട്ട് ഇതിനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ, ഇലയിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ വെള്ളീച്ച പ്രശ്നങ്ങളും ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ള കെയറിങ്ങോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടത്. ഏത് കാലത്തിലും ഏത് സിറ്റുവേഷനിലും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വളരുന്നൊരു സംഭവമാണ് ഈ കാന്താരി മുളക് എന്നുള്ളത്. നമ്മളെ സ്ത്രീകൾക്കായാലും നമ്മളെ പുരുഷന്മാർക്കായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന പച്ചക്കറിയിൽ നിന്ന്, അതായത് നമ്മൾ വാങ്ങുന്ന സാധാരണ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന കാന്താരി മുളകിനെ പഴുപ്പിച്ച് നമുക്ക് അതിൽ നിന്ന് വിത്തുകൾ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പറമ്പിലും നമ്മളവിടെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഇതിൽ നിന്നും കുറച്ച് മുളക് മേടിച്ച് അതിനെ പഴുപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുരുകൾ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊരു 100-200 തൈകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചിലവില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ കഴിയും. ആ തൈകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക്
കുഴിച്ചിട്ട് നമുക്കതിനെ വിളവെടുക്കാനൊക്കെ കഴിയും. അതിനെ നമ്മൾ മറ്റു രീതിയിലൊന്നും അതിനെ സമയം കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അതിനെ വിളവെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് കാന്താരി മുളക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഉള്ള സ്ഥലത്ത് അല്ല, നിങ്ങൾക്ക് കുറച്ച് സ്ഥലം കൂടുതലുണ്ട്, നിങ്ങളൊരു ബിസിനസ്സിനെ പ്രൊഫഷണൽ രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിനെ ഒരു കൃഷി എന്നുള്ള രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ നല്ലൊരു രീതിയിൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പറയാം, അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന വലിയ വരുമാനം തരുന്ന ഒരു സൂപ്പർ പ്ലാനാണ് കാന്താരി മുളക് ബിസിനസ് എന്നുള്ളത്, കൃഷി എന്നുള്ളത്. സോ ഇതൊന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഇതിപ്പോൾ വലിയ രീതിയിലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10, 20, 50 തൈയൊക്കെ ഒന്ന് നട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അതിൻ്റെ വളർച്ച, എത്ര ദിവസത്തിൽ വളരുന്നു, എത്ര മാസത്തിൽ വളരുന്നു, എത്ര മാസത്തിലാണ് അതിൻ്റെ കായ്കൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വിശദമായിട്ടുള്ളൊരു ഡീറ്റെയിൽ ബിസിനസ്സിൻ്റെ രീതിയിലേക്ക് നമ്മൾ കടന്നാൽ മതി. എന്നാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ പോലും ആർക്കും, പുരുഷന്മാർക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.